നമസ്കാരം, മൊയ്തു അഞ്ചലാണ്. ഞാനുള്ളത് ഓമനമ്മ അടുത്താണ്. വയലാ സ്വദേശിനി ഓമനമ്മ അടുത്താണ്. ഓമനമ്മ അവിടെ അഞ്ചൽ ചന്തമുക്കിൽ വഴിയോരത്ത് നൈറ്റിയും തോർത്തുമൊക്കെ വ്യാപാരം നടത്തി ജീവിച്ച് വരുന്ന ഒരു അമ്മയാണ്. ഈ അമ്മയുടെയാണ് കഴിഞ്ഞ ദിവസം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല, 18 ഗ്രാം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നത്. ആ കള്ളൻ്റെ CCTV ദൃശ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ അമ്മയുടെയാണ്. ഈ അമ്മ ഈ തോർത്തും നൈറ്റിയൊക്കെ വിറ്റ് കിട്ടുന്ന ശുദ്ധമായ പൈസകൾ സ്വരൂപിച്ച് വെച്ചാണ് അത്തരത്തിലൊരു സ്വർണ്ണമാല അമ്മ വാങ്ങി കഴുത്തിട്ടിട്ടുള്ളത്. ഈ അമ്മയുടെ സങ്കടം നമുക്ക് വലിയൊരു ഒരു വിഷമം വരുത്തുന്നതാണ്. ഈ അമ്മയുടെ സ്വർണ്ണമാലയാണ് മോഷ്ടിച്ച് കടന്നിട്ടുള്ളത്. ഇതെങ്ങനെയായിരുന്നു അയാൾ വന്ന് അടുത്ത് കൂടിയത്? ഞാൻ അവിടെ ഞാൻ ആ സൈഡിൽ ഇരിക്കുമായിരുന്നു. അവൻ അവിടെ വന്ന് എൻ്റെ കീഴെ വന്ന് നിന്നിട്ട് ഞാൻ കുട ഇങ്ങനെ ചൂടി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കുടയുടെ കീഴേന്ന് അവൻ വെച്ചുകൊണ്ട് പോയത്. കുടയുടെ കീഴേന്ന് വെച്ചുകൊണ്ട് ഓടുമായിരുന്നില്ല. എനിക്ക് കാലും വരാതെ ഞാൻ ഇങ്ങോട്ട് ചെന്ന് ആ കൊച്ചിനോട് പറയാൻ പോയതാണ്. അതെന്നിട്ട് അന്ന് എന്തോ അമ്മയെന്ന് ഞാൻ പറയാം, എൻ്റെ മാലയും പിടിച്ചോണ്ട് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അത് ഓടി പുറകെ കണ്ടില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ അങ്ങ് അറ്റത്തായി. കഴിഞ്ഞത് പുറകെ പോയി. പിന്നെ ഞാൻ എന്തോ കഴിഞ്ഞാൽ പോലീസുകാരെ ഉണ്ണാൻ വന്നായിരുന്നു. സാർമാരോടെന്ന് പറഞ്ഞ് അവരും ഓടി ഇവിടെ വരികയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും അവനെ കാണാൻ, അവൻ എവിടെ പോയെന്ന് ആർക്കറിയാം, ഏത് വഴി കൂടിയാ പോയത് തിരിച്ചറിയാമോ? എനിക്ക് മുഖത്ത് കറുപ്പല്ലേ തലയിലും മാസ്കോട് ഇങ്ങനെ ഇറക്കി ഇടുന്നുണ്ട്. എന്തായാലും വലിയ കഷ്ടമാണ് അമ്മയുടെ ആ ഒരു മാല. അവൻ ഗതി പിടിക്കുമോ? അവൻ ഒരിക്കലും ഗതി കിട്ടത്തില്ല. ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ചകിരിച്ച് ഉണ്ടാക്കി ഞാൻ മണ്ണവിളക്ക് വരെ വെച്ച് തയ്ച്ച് ഉണ്ടാക്കിയ മുതലേ അവനൊരിക്കലും ഞാൻ എന്ത് ബുദ്ധിമുട്ടിയിട്ടും ഞാൻ എന്ത് കടം കിടന്നിട്ടും ഞാനത് വിൽക്കാതെ ഞാൻ ഇരിക്കണം. ഈ കടങ്ങേ ഉള്ളൂ. ഒരു മനുഷ്യരെ അറിയാതെ നമ്മുടെ കടങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ ഇതും കൊണ്ടൊക്കെ തരണം ചെയ്ത് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെയും കൂടെ സംഭവിച്ചത്. മോട്ടിച്ചോണ്ട് പോയാൽ ഗതി പിടിക്കുകയില്ലെന്നാണ് അമ്മ പറയുന്നത്. ഒരിക്കലും ഗതി പിടിക്കല, ഒരിക്കലും അവനെ എവിടെ കൊണ്ടുപോയാലും ഗതി പിടിക്കുകയില്ല. ഉള്ളവരെന്നെ അവനെടുത്തോണ്ട് പോയാലും എൻ്റെ ഈ തരത്തിൽ ഇത് കൊണ്ടുപോയത് അവന് ഒരു കാലത്ത് അവനിത് കൊണ്ടുപോയാൽ ഗതി പിടിച്ചില്ല. ഈ മാല മോഷിച്ചോണ്ട് പോയ കള്ളൻ ഇത് കാണുന്നുവെങ്കിൽ അത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലോ അമ്മയ്ക്കോ തിരികെ കൊണ്ട് കൊടുത്ത് മാപ്പ് പറഞ്ഞ അമ്മ മാപ്പ് കൊടുക്കൂലേ? കൊണ്ട് തന്ന മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ. എനിക്കത് തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളൂ എനിക്ക്. എന്നെ ഈ തരത്തിൽ ഞാൻ ഓർത്ത് മഴയ്ക്ക് വന്ന് നിൽക്കുന്ന, കുടയില്ല, മഴ നനയാതെ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. ഇത്രയും വഞ്ചന കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് അവസ്ഥ. വലിയ കഷ്ടമാണ്. അമ്മയുടെ കഴുത്തിൽ കിടന്ന 18 ഗ്രാമോളം തൂക്കം വരുന്ന താലിമാലയാണത്. ഇറക്കമൊക്കെ ഇല്ല. ഞാൻ ബ്ലൗസിൻ്റെ അകത്തിട്ടിരുന്നതാ. ഇത്രയും ഭാഗമുണ്ട് എന്നുള്ളത് കാണാൻ. അത് 2 കൈ കൊണ്ടും കൂടെ വലിച്ചുണ്ട്, കുടയുടെ കീഴെ കൂടെ വലിച്ചുണ്ട്, 2 കൈ കൊണ്ടും കൂടെ ഓടുകയായിരുന്നു. ഓടുന്ന CCTV ഒക്കെ നമ്മൾ കണ്ടതാ. എന്തായാലും വലിച്ചതും അവന് ഓടിയത് അങ്ങ് അറ്റത്ത് ചെന്നവൻ. പിന്നെ അതിനു വേണ്ടി ഇവിടെ വന്ന് നിന്നത് അവൻ എന്നെ കളിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നവനൊക്കെ ഗതി കിട്ടുന്നവനൊക്കെ ഒരു കാലത്തും അവന് ഗതി കിട്ടത്തില്ല. ഇതുപോലെ ഇന്ന് കഷ്ടപ്പെട്ട് വെയിലാണോ വെയിലും മഞ്ഞാണോ അവനിപ്പം കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ടില്ലല്ലോ. അവൻ പെയർത്തോ ഇല്ലല്ലോ, അവൻ മഴ നനഞ്ഞ ഒന്നുമില്ലല്ലോ. അവന് ഒരു നിമിഷം നേരം കൊണ്ട് അവന് കിട്ടിയില്ലേ ലക്ഷങ്ങളവന്. ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കി തിന്നാൻ വരാഞ്ഞിട്ടല്ലല്ലോ അവനത്. എൻ്റെ കൊച്ചുങ്ങളെ കല്യാണം കഴിച്ച് എൻ്റെ കടങ്ങൾ കിടക്കുമോ എനിക്ക്. അതുപോലും വീട്ടാനായിട്ട് എനിക്കതുകൊണ്ട് ഒത്തിരി കരുത്ത് പറിച്ച് എങ്ങനെയാണ് നടക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അത് അവന് ഉപയോഗമായി. ഉടനെ തന്നെ എൻ്റെ കൺമുമ്പിൽ കാണാൻ ദൈവമേ ഒക്കണേന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും പെരുങ്കള്ളന്മാർ കിടക്കുന്നല്ലോ. പെരുങ്കള്ളം വേല ചെയ്യാൻ കഴിയലാഞ്ഞിട്ട് നമുക്ക് ഇത്രയും പ്രായമായിട്ട് ഞങ്ങൾ പെയർത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇവനൊക്കെ പെയർക്കാതെ ഇവനൊക്കെ ഈ ചെറുപ്രായത്തിൽ ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഓമനമ്മയുടെ സങ്കടമാണ് ഈ കാണുന്നത്. ഓമനമ്മയുടെ 18 ഗ്രാം സ്വർണ്ണമാണ്, നല്ല മാലയാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയിട്ടുള്ളത്. അമ്മ ഇങ്ങനെ തുണി വ്യാപാരമൊക്കെ ചെയ്ത് ജീവിതം നടത്തി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മാല. ഓണക്കച്ചവടം നടത്താനായിട്ട് അത് കട വെച്ചിട്ട് വേണം ഓണക്കച്ചവടം തുടങ്ങാനെന്നും പറഞ്ഞിരിക്കുക ഞാനത്. എന്തായാലും നിയമത്തിന് മുമ്പ് ഇയാളെ കൊണ്ടുവരും. അഞ്ചൽ പോലീസ് എല്ലാവിധ
രീതിയിലും ഇടപെട്ട് അയാളെ പിടിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്.